ഞാൻ പ്രായശ്ചിത്തം ചെയ്യാൻ പോവുകയാണ്. മുമ്പൊരിക്കൽ ഉമ്മയുടെ പ്രേമം ഞാൻ കലക്കിയില്ലേ, ഇപ്പൊ അതേ പ്രേമം അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ ഞാൻ വെളിപ്പെടുത്താൻ പോവാ. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്നെ കൊല്ലാനായിട്ട് ഇറങ്ങിയിരിക്കുക? അരവിന്ദൻ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്നെ കൊല്ലാനോ? അച്ഛനെ അമ്മയും കൊണ്ട് സമ്മതിപ്പിക്കാൻ നിങ്ങളുടെ കല്യാണക്കാര്യം. സന്തോഷിക്കാറായിട്ടില്ല, വരട്ടെ. അച്ഛനും അമ്മയല്ല പ്രശ്നം, മറ്റു രണ്ട് പാഷാണങ്ങളുണ്ടല്ലോ, വല്യച്ഛനും വല്യമ്മയും. സാരമില്ല, നമുക്ക് നോക്കാം. ഉമ്മ എന്റെ കൂടെ സ്ട്രോങ് ആയിട്ട് നിന്നാ മതി, ബാക്കി ഞാൻ ഏറ്റു. സ്ട്രോങ് ആയിട്ട് ഇവിടെ നിൽക്കാനല്ല പറഞ്ഞത്. വാ വല്യമ്മേ, അമ്മേ, അച്ഛാ. ഓ, അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നല്ലേ. അരവിന്ദ, വല്യച്ഛ, എല്ലാരും ഒന്നിങ്ങ് വന്നേ. ഈ ഉമ ചോദിച്ച ഒരു ചോദ്യം കേട്ടോ. പത്മിനി വലിയ കൊട്ടാരത്തിലായതുകൊണ്ടല്ലേ വല്ല പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയുമായിരുന്നെങ്കിൽ അച്ഛനോ അമ്മയോ വല്യമ്മയോ വല്യച്ഛനോ അവളെ ഇതുപോലെ സ്വീകരിക്കുമായിരുന്നോ എന്ന്. നീ അങ്ങനെ ചോദിച്ചോ? പൂങ്കുളത്തുകാരെ പറ്റി നീ അങ്ങനെയാ കരുതിയിരിക്കുന്ന? ഇവിടത്തെ പയ്യൻ ഇഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ടുന്ന ഒരു പെൺകുട്ടി പണക്കാരിയാണോ പാവപ്പെട്ടവളാണോ നമ്മൾ പൂങ്കുളത്തുകാർ നോക്കാറില്ല. അതെ, ഇനി ഉമ്മക്കുട്ടിയാണ് ഒരാളെ ഇഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ടുവരുന്നെങ്കിൽ പോലും നമ്മൾ പൂങ്കുളത്തുകാർ സന്തോഷത്തോടു കൂടി രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. അല്ലാതെ സ്വത്തും കൊട്ടാരം ഒന്നും അല്ല കാര്യം. എന്താ? ഓക്കേ, ഇപ്പൊ ഉമ്മയുടെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ആയല്ലോ. എന്നെ വിളിച്ചോ? ഏട്ടനും വന്നു കഴിഞ്ഞു. ഇനി ഉമ്മയുടെ മനസ്സിലുള്ള ആളിനെ കുറിച്ച് ധൈര്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞോളൂ. എന്തിനാ പേടിക്കുന്നത്? ഇവരൊക്കെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുക. ധൈര്യമായിട്ട് പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഉമേ, നീ എന്തിനുള്ള പുറപ്പാടായത്? അമ്മ പ്രേമിക്കുന്നത് പോലെ, സോറി, പേടിക്കുന്നത് പോലെ ഇത് പ്രേമവും പ്രണയവും അല്ല. ഉമയ്ക്ക് ഒരാളോട് ഇഷ്ടമുണ്ട്. നിങ്ങൾക്കൊക്കെ അത് ഇഷ്ടമാവുമെങ്കിൽ ഉമയ്ക്കും അത് ഇഷ്ടാവും. നീ വെറുതെ ഉരുണ്ട് കളിക്കേണ്ട ആളാരാണെന്ന് പറ ജോയ്. ആള് വേറെ ആരുമല്ല, ചന്തു. ചന്തുവോ? നമ്മുടെ ചന്തുവോ? സോറി, അതെ. അതെങ്ങനെ ശരിയാവണേ? ഈ കുടുംബത്തിന്റെ നിലയും വിലയും കൂടെ നോക്കണ്ടേ? കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ കളിയാ? അതൊരു പെൺകുട്ടിയുടെ. ഇത് ശരിയാവില്ല. അപ്പൊ ഇത്തിരി മുമ്പ് നിങ്ങൾ പറഞ്ഞതോ ആരായാലും നിങ്ങൾക്ക് സമ്മതമാണെന്ന്? അത് നീ നാടകം കളിച്ച് ഞങ്ങളെ ചതിച്ചല്ലടാ. എടാ ജോയ്, എന്തോ? എവിടെന്ന് കിട്ടിയടാ നിനക്ക് ഇത്രയും കുരുട്ടു ബുദ്ധി? ഇവൾക്ക് ചന്തുവിന് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും അതിന് എതിര് നിൽക്കോ? അല്ല, എന്നാലും ഇത് ചേട്ടൻ തന്നെയല്ലേ അല്പം മുമ്പ് പറഞ്ഞത് ഉമ ഇഷ്ടപ്പെടുന്ന ആളെ നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്ന്. അപ്പോ അത് അങ്ങനെ തന്നെ നടക്കട്ടെ. ചന്തു, ചന്തു, എടാ ചന്തു. നിന്റെ കൈക്ക് എന്താ പറ്റിയത്? അതൊന്നുമില്ല, നീ വാ, നമുക്കൊന്ന് പുറത്തു പോവാം. അതിനു മുമ്പ് നിന്റെ കൈക്ക് എന്ത് പറ്റിയെന്ന് പറ. അതിനു മുമ്പ് നിന്നോട് വരാനല്ലേ പറഞ്ഞത്? നിന്നോട് യാത്ര പോലും പറയാതെ പോകുന്നതിനുള്ള കുറ്റബോധം കൊണ്ടാ ഞാൻ അങ്ങോട്ട് വരാതിരുന്നത്, അല്ലാണ്ട് വേറൊന്നും കൊണ്ടല്ല. അതൊന്നും സാരമില്ല, നീ വേറെ റെഡി ആയിട്ട് വാ. പോവാം. ആ ഗോപി, എന്തോ? കീ തന്നിട്ട് പോയിക്കോളൂ, ഞങ്ങൾ വന്നോളാം. ശരി. സുഖമില്ലാത്ത കൈവച്ച് നീ എങ്ങനെ ഓടിക്കുന്നത്? ഞാൻ ഓടിച്ചോളാം. ചന്തു, നിന്നൊരു സന്തോഷം അറിയിക്കാനുണ്ട്. നിന്റെ ഉമ്മയുടെ കല്യാണത്തിന് അച്ഛനും ഉമ്മയും സമ്മതിച്ചു. പത്മിനിയോട് നിനക്ക് എത്രമാത്രം ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. അതിന് നിന്റെ മനസ്സിൽ വേണ്ട കാരണങ്ങളും ഉണ്ട്. എന്നാ നമ്മളെല്ലാവരും കൂടി അവളോട് ചെയ്തിരിക്കുന്ന ക്രൂരത എത്ര വലുതാണെന്ന് നിനക്കറിയോ? എനിക്ക് കത്തെഴുതിക്കൊണ്ടിരുന്നതും എന്നോട് മുറിയിൽ വരാൻ പറഞ്ഞിരുന്നതും ഒന്നും അവളല്ലായിരുന്നു. അത് കൊട്ടാരത്തിൽ തന്നെയുള്ള വേറൊരു പെൺകുട്ടി നമ്മളെ കളിപ്പിക്കാൻ വേണ്ടി ചെയ്ത പണിയായിരുന്നു. ഇനി അതൊക്കെ പറഞ്ഞിട്ടെന്താ? പാവം പത്മിനി, അവൾ അനുഭവിക്കേണ്ടത് മുഴുവൻ അനുഭവിച്ചു കഴിഞ്ഞില്ലേ? എന്നിട്ടും അവൾക്ക് എന്നോട് സ്നേഹമല്ലാതെ വേറെ ഒന്നുമില്ല ചന്തു. എന്റെ ഈ കൈക്ക് എന്തു പറ്റിയതാണെന്ന് നീ ചോദിച്ചില്ലേ? എനിക്ക് ഈ അപകടം ഉണ്ടായ നിമിഷത്തിലാ അവളുടെ സ്നേഹത്തിന്റെ ആഴവും പരപ്പും ഞാൻ മനസ്സിലാക്കിയത്. നിനക്ക് അപകടം ഉണ്ടായോ? എന്താ അപകടം? എന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകുമായിരുന്നൊരു അപകടം. എനിക്ക് കുളിക്കാൻ തിളപ്പിച്ചു വെച്ചിരുന്ന വെള്ളത്തിൽ നിന്ന് ഹീറ്റർ എടുത്ത് മാറ്റാൻ പാവവള് മറന്നുപോയി. ചന്തു, വണ്ടി!
ബ്രേക്കില്ലടാ. ഈശ്വര, ചന്തു. ചന്തു, ഗോപാല, അവൻ എവിടാ? പോണ്ടിച്ചേരിന്ന് വന്ന ഡ്രൈവർ. എന്താ സാറേ? സാറ് വിളിച്ചായിരുന്നോ? ആര് പറഞ്ഞിട്ടാടാ നീ ഇത് ചെയ്തത്? ഞാൻ എന്ത് ചെയ്തു? നിനക്ക് അറിഞ്ഞൂടല്ലേ? ചന്തു, നീ എന്തായി കാണിക്കണേ? അവനെ ചന്തു, വലിയച്ഛന്മാർ, ഇവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. ചന്തു, ചന്തു, ചന്തു. നിന്നെ ഇന്ന് ഞാൻ എഴുന്നേക്കണം. പറയടാ പട്ടി. ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്താ ഇത്? ഞാൻ പറയിപ്പിക്കാം. എന്തിനാ നീ അയാളെ തല്ലണേ? അയാളെ വിട്ടെ. വിടാൻ. വിടാൻ. അവനെ കൊല്ലുക വേണ്ടത്. നടക്കടാ അങ്ങോട്ട്. ആഹാ. ഇവിടെ ഉള്ളവരെ ഞാൻ പറയടാ. ആര് പറഞ്ഞിട്ടാ കാറിന്റെ ബ്രേക്ക് അയച്ച് നീ മാറ്റിയത്? ബ്രേക്കോ? എനിക്കൊന്നും അറിയാമല്ല സാറേ. നിനക്കൊന്നും അറിഞ്ഞൂടല്ലേ? നിർത്ത്. പറയടാ. ഞാൻ ശമ്പളം കൊടുക്കുന്ന എന്റെ ഡ്രൈവറാണവൻ. അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. അല്ലാതെ ഇനി അവൻ അടിച്ചാൽ ഈ പത്മിനി ആരാണെന്ന് താൻ അറിയും. അതുകൊണ്ട് തന്നെ ഞാൻ ഇവനെ തല്ലിയത്. അരവിന്ദനെ കൊണ്ട് കഴുത്തിലൊരു താലിയും കെട്ടിച്ച് തമ്പുരാട്ടി ഇങ്ങോട്ട് എഴുന്നള്ളിയിരിക്കുന്ന എന്തിനാണെന്ന് ഈ ഭൂമിയിൽ എനിക്ക് മാത്രമേ അറിയൂ. അത് വല്യച്ഛനും വല്യമ്മയും അമ്മയും എല്ലാം അറിയണം. ആ സത്യം ഇവനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാനാണ് ഞാൻ ഇവനെ തല്ലിയത്. അരവിന്ദന്റെ കൈക്ക് എങ്ങനെയാ പരിക്ക് പറ്റിയെന്ന് നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചോ? അതൊരിക്കലും ഒരു ആക്സിഡന്റ് ആയിരുന്നില്ല. കരുതിക്കൂട്ടി ചെയ്താണ്. അവന്റെ ഭാര്യയായിട്ട് കഴിയുന്ന ഈ തമ്പുരാട്ടി മനഃപൂർവ്വം ഷോക്കടിപ്പിച്ച് കൊല്ലാൻ നോക്കിയതാണ് അവന്. അതും കഴിഞ്ഞിട്ടാ ഇപ്പം ഇവനെ കൊണ്ട് കാറിന്റെ ബ്രേക്ക് അഴിപ്പിച്ച് മാറ്റി എന്നെ അരവിന്ദനെ ഒരുമിച്ച് ഇല്ലാണ്ടാക്കാൻ നോക്കിയത്. ചന്തു, എന്ത് വിഡ്ഢിത്തങ്ങളൊക്കെ നീ വിളിച്ചു പോകുന്നത്? എന്നെ നിന്നെ കൊല്ലാൻ വേണ്ടി ആരെങ്കിലും വണ്ടിയുടെ ബ്രേക്ക് അഴിച്ചു മാറ്റുമോ? ആരെങ്കിലും അല്ല, ഈ നിൽക്കുന്ന ഇവള് തന്നെ. നിന്റെ തമ്പുരാട്ടി അത് ചെയ്തത്. എടാ, അവളെന്റെ ഭാര്യയാണ്, അത് നീ മറക്കരുത്. മതിയടാ, അവള് നിന്റെ ഭാര്യയായത് നീ അവളുടെ ഭർത്താവായതൊക്കെ മതി. അമ്മേ, നിങ്ങളോട് എല്ലാവരോടും കൂടിയാ ഞാൻ പറയുന്നത്. ഇവളെ ഇനി ഒരു ദിവസം പോലും ഈ വീട്ടിൽ നിർത്താൻ പാടില്ല. ഇവൾ അരവിന്ദനോടൊപ്പം കഴിയുന്ന ഓരോ നിമിഷവും അവന്റെ ജീവൻ അപകടത്തിലാ. ചന്തു, വേണ്ട. എനിക്ക് വേണ്ടി ഇവിടെ ആരുമായിട്ട് വഴക്കിന് പോണ്ട. പത്മിനി. നോ. ഗോപി, വേഗം ഒരു വണ്ടി വിളിച്ചോണ്ട് വാ. നമുക്ക് ഉടനെ പുറപ്പെടണം. എടാ, എടാ ചന്തു, നീ പപ്പി, അവന് വേണ്ടി നിന്നോട് ഞാൻ മാപ്പി വയ്ക്കാം. അവൻ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാ. ഒരു കൂട്ടുകാരനും പറയാൻ പാടില്ലാത്തതും ചെയ്യാൻ പാടില്ലാത്തതുമാ അവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എന്ത് ചെയ്യാനാ? അവൻ എന്റെ കൂട്ടുകാരനല്ലേ. എല്ലാം എന്നോടുള്ള സ്നേഹം കൊണ്ടാ. ഈടെയായിട്ട് അവന്റെ സ്നേഹം ഒരുതരം ഭ്രാന്തായിരിക്കുക. സ്നേഹം ഒരിക്കലും ഭ്രാന്താവില്ല. ഭ്രാന്ത് സ്നേഹം ആവില്ല. ഭ്രാന്തിന് ഭ്രാന്താവാൻ മാത്രമേ പറ്റൂ. അവനൊരു പാവാ പപ്പി. അവന് സ്നേഹിക്കാൻ ഞാനും ജോയിയുമല്ലാതെ ഈ ലോകത്ത് മറ്റാരുമില്ല. ഈ ഭൂമിയിൽ അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് തന്നെയാ. സ്വന്തം ഭാര്യയേക്കാൾ കൂടുതൽ കൂട്ടുകാരൻ സ്നേഹിക്കേണ്ട കാര്യമില്ല. ഈ കൂട്ടുകാരന് മാത്രമേ ഉള്ളൂ അരവിന്ദനോട് അടുപ്പവും സ്നേഹവും താല്പര്യവും ഒക്കെ. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ എന്താ അയാളുടെ വിചാരം? അല്ലെങ്കിൽ എല്ലാവരുടെ മുന്നിൽ വെച്ച് അയാൾ അങ്ങനെ പറയാൻ ധൈര്യപ്പെടുവോ? അരവിന്ദനെ ഞാൻ കൊല്ലാൻ ശ്രമിച്ചു എന്നും എന്റെ കൂടെ ജീവിക്കുന്നത് അരവിന്ദന് അപകടമാണെന്നൊക്കെ. അവനിങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് ആരെങ്കിലും അത് വിശ്വസിക്കോ? വിശ്വസിച്ചോ? ആരെങ്കിലും വിശ്വസിക്കാതിരിക്കോ ഒന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഒരു കൂട്ടുകാരന്റെ ഭാര്യയെ കുറിച്ച് ഇത്രയും നികൃഷ്ടമായി ചിന്തിക്കുകയും ഭ്രാന്ത് കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇങ്ങനത്തെ മനുഷ്യരുടെ ജീവിക്കാൻ എനിക്ക് പേടിയാ. മതി അരവിന്ദ, ഇനി ഞാൻ നിങ്ങളുടെ ഇടയിലില്ല. എന്നെങ്കിലും കൂട്ടുകാരന്റെ സ്നേഹത്തെക്കാൾ വലുത് ഭാര്യയുടെ സ്നേഹമാണെന്ന് അരവിന്ദ് മനസ്സിലാക്കുമ്പോ മതി നമ്മൾ ഒരുമിച്ചുള്ള ജീവിതം. നോക്ക്,